ഹായ് ഹലോ നമസ്കാരം. ഭരതനാട്യം 2 മോഹിനിയാട്ടം റിലീസായിട്ടുള്ള ഏറ്റവും പുതിയ പടമാണ് മോഹിനിയാട്ടം. മലയാളത്തിൽ തന്നെ ഇപ്പോൾ രണ്ടാം ഭാഗങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ നമ്മുടെ വാഴ 2 എന്ന് പറയുന്ന സിനിമ ബ്ലോക്ക് ബസ്റ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആട് 3 ബ്ലോക്ക് ബസ്റ്റർ അടിക്കുമെന്ന് ഏകദേശം തീരുമാനമായി കഴിഞ്ഞു. അപ്പോൾ പണ്ടത്തെ പോലെയല്ല, രണ്ടാം ഭാഗങ്ങൾ ഇറക്കുമ്പോൾ എല്ലാം ഭയങ്കരമായിട്ട് എല്ലാവരും നല്ല ഒബ്സേർവ്ഡ് ആണ്, നല്ല സ്ക്രിപ്റ്റാണ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് എന്തായാലും അതുകൊണ്ട് ഈ സിനിമ തുടങ്ങുമ്പോൾ മിഥുൻ മാനുവലിനൊക്കെ നന്ദി പറയുന്നുണ്ട്. അതുപോലെ ഈ ആടിൻ്റെ ആട് ഫസ്റ്റ് ഫ്ലോപ്പായിട്ട് പുള്ളിക്കാരെ ആട് 3 വരെ എത്തി നിൽക്കുന്ന ആ ഒരു കറേജ്, അതിന് കൈയടിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ടൊക്കെയാണ് നമ്മുടെ കൃഷ്ണദാസ് മുരളി ഇതിൻ്റെ ഡയറക്ടർ, അദ്ദേഹത്തിന് നന്ദി പറഞ്ഞ ഈ സിനിമ തുടങ്ങുന്നത്. ഭരതനാട്യം എന്നുള്ള സിനിമ ഞാനും കണ്ടത് OTT-യിലാണ്. വലിയ ഗംഭീരമായിട്ടുള്ള സിനിമയൊന്നുമല്ല, ഒരു ചെറിയൊരു പ്ലോട്ടാണ്. പക്ഷെ അത് പ്ലോട്ട് ഒരുപാട് കഥാപാത്രങ്ങളെ കൊണ്ട് ആ സിനിമ ഗംഭീരമായിട്ട് വന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻ്റായി മാറി, ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ആ ഒരു ലെവലിലേക്ക് ആ സിനിമ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സിനിമ ഞാനത് OTT-യിലാണ്. വലിയ വിജയമാവാത്ത പടമാണ് ഈ സിനിമ. മോഹിനിയാട്ടത്തിലേക്ക് വരുമ്പോൾ ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, അതായത് ഫ്ലാഷ് ബാക്ക് കുറച്ച് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കാണാതെ ഇതിന് പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം അത് വലിയ ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയല്ല ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. പക്ഷേ മോഹിനിയാട്ടത്തിലേക്ക് വരുമ്പോൾ ആ ഭരതൻ്റെ ആട്ടത്തിന് ശേഷം മോഹിനീശ്വരി ആട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അത് സിനിമ ഉണ്ടെന്നൊക്കെ മനസ്സിലാവും. അങ്ങനെ ആ ഒരു ലെവലിലാണ് ആ സിനിമയുടെ പോക്ക് എന്ന് പറയുന്നത്. ഈ സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ളത് കൃഷ്ണദാസ് മുരളിയാണ്. പ്രൊഡ്യൂസർ ആയിട്ടുള്ളത് സൈജു കുറുപ്പ് വേറെ ഒന്ന് രണ്ട് പ്രൊഡ്യൂസേഴ്സ് സിനിമയിലുണ്ട്. കൂടാതെ തന്നെ ഇതിൽ നമ്മുടെ ഇലക്ട്രോണിക്കലിയാണ് ഇതിൻ്റെ സ്കോർ ചെയ്തിരിക്കുന്നത്. ഷെഫീഖാണ് എഡിറ്റർ, നമ്മുടെ തുടരമൊക്കെ എഡിറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ പിന്നെ റേഞ്ച് അറിയാലോ. മാക്സിമം നല്ലൊരു ടീമിനെ ഉള്ള രീതിയിൽ ബഡ്ജറ്റ് വെച്ചുകൊണ്ട് നല്ലൊരു ടീമിനെയാണ് നമ്മുടെ സൈജു കുറുപ്പൻ ടീം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പടത്തെ ഷോൾഡർ ചെയ്യുന്നത് സൈജു കുറുപ്പ് തന്നെയാണ്. പടത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ സൈജുവിൻ്റെ പരിപാടിയാണ്. പക്ഷെ ഒപ്പം ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും കട്ടയ്ക്ക് നിന്നിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഭയങ്കര രസം എല്ലാ ആളുകളും. കാരണം ഇതിൻ്റെ ജീവൻ എന്ന് പറയുന്നത് സ്റ്റോറിയാണ്, കെട്ടറപ്പുള്ള സ്റ്റോറിയാണ് ഈ സിനിമയുടെ ഒരു ഇതെന്ന് പറയുന്നത്. പക്ഷേ പടം ആദ്യം തന്നെ ഈ പടം തുടങ്ങുമ്പോൾ വലിയൊരു ഇത് തോന്നിയില്ല. കാരണം ഒരു ലാഗ് എന്നല്ല, പ്രത്യേകിച്ച് സുരാജിനെ എനിക്ക് പേഴ്സണലി ആ ഒരു ക്യാരക്ടർ എനിക്ക് ഇഷ്ടമായിട്ടില്ല. കാരണം പലരും സുരാജിനെ ഇതിൽ പറയുന്നു, പക്ഷേ എനിക്ക് പേഴ്സണലി സുരാജിൻ്റെ ക്യാരക്ടർ വലിയ, കാരണം ഒരുപാട് പരിപാടി പുള്ളിക്കാരങ്ങൾ ചെയ്തിട്ടുണ്ട്. കോമഡി ആയാലും ഒരു നെഗ് സൈഡുള്ള ആ ഒരു പരിപാടിയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നാൽ ഒന്ന് കുറച്ചുകൂടി ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഐറ്റം കിട്ടിയാണ്. ഇത് സുരാജ് ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ഒരു ഇൻഫ്ലുവൻസ് തോന്നിയില്ല. പക്ഷേ ഇത് ഇങ്ങനെ പോകുന്നൊരു പടത്തെ പെട്ടെന്ന് ടേൺ ചെയ്യിച്ചുകൊണ്ട് ഭയങ്കര രസമായിട്ട് എൻഗേജിങ് ആക്കുന്ന ഒരു സെക്കൻഡ് ഹാഫാണ് ഈ സിനിമയിലുള്ളത്. അതിൽ ഇതിൻ്റെ ജീവൻ എന്ന് പറയുന്നത് റൈറ്റിംഗ്, അയ്യോ ഗംഭീരമായിട്ടുള്ള റൈറ്റിംഗ് ഈ സിനിമയുടെ. പിന്നെ പെർഫോമൻസ് കൊടുക്കുന്നത് സൈജു മാത്രമല്ല, ഇതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, നമ്മുടെ കലാരഞ്ജിനി വന്നിട്ട് നമ്മുടെ ആ ശബ്ദമുള്ള ഒരു സ്ത്രീ ഇല്ലേ, അവർ തന്നെ അവരുടെ സൗണ്ടിനെ അവർ തന്നെ കളിയാക്കുകയാണ്. അവരാണ് ഇതിൽ ഇത് പറയുന്നത്, നമ്മുടെ പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം, അങ്ങനെയൊക്കെ അവർ തന്നെ അവരുടെ ശബ്ദത്തെ കളിയാക്കിയിട്ട് ഇതിൽ പെർഫോം ചെയ്യാണ്. അതുപോലെ നമ്മുടെ കലാരഞ്ജനിക്ക് പുറമെയായിട്ട് ഇതിൽ വേറെ ഒരുപാട് ആളുകൾ, ജഗദീഷ് ഒന്ന് പെർഫോം ചെയ്യുന്നുണ്ട്, നന്ദു പൊതുവാൾ ഒന്ന്, വിജയ് ബാബു ഒരു സീനിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബേബി ജിം എന്ന് പറഞ്ഞൊരു പയ്യൻ, അതായത് നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേര് സുഭാഷ് എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര്. ഫസ്റ്റ് പാർട്ടിൽ സുഭാഷ് നമുക്ക് അറിയാം, ഒരു കുറുക്കനായിട്ടുള്ളൊരു സുഭാഷ്, ഒരു കുബുദ്ധിക്കാരനായിട്ടുള്ളൊരു സുഭാഷ്, ഒരു ഉഡായ്പ് കളിക്കുന്ന ഒരു സുഭാഷ്, ആ ഒരു ക്യാരക്ടർ. അതേ പേരിട്ടുകൊണ്ട് ഇതിൽ വേറൊരു സുഭാഷ്, അതൊരു പുതുമുഖമാണ്. പേര് ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല, ഒരു ബേബി സംതിങ് എന്താണ് കേട്ടത്. പക്ഷേ പുള്ളിക്കാരൻ ഒരു പയ്യനാണ്, അവൻ കിഡിലിനായി ചെയ്തിട്ടുണ്ട്. ഒരു 10-26 വയസ്സുള്ള പയ്യനാണ്, അടിപൊളിയായി ചെയ്തിട്ടുണ്ട് ഇതിൽ. പുതുമുഖങ്ങളായിട്ടുള്ള പിന്നെ അതുപോലെ 2 ട്വിൻസ് ആയിട്ടുള്ള 2 പിള്ളേർ ഇതിൽ നമുക്കറിയാമല്ലോ, ഫസ്റ്റ് പാർട്ടിൽ കണ്ട അവർ. അതുപോലെ ഇതിൽ ജഗദീഷ് ചേട്ടൻ, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ, വിനയ് ഫോർട്ട് വന്നിട്ട് ഇതിൽ നൈസായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഥാപാത്രങ്ങളെല്ലാം തന്നെ ഇതിൽ വന്നിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈജു കുറുപ്പിൻ്റെ ഒപ്പം കട്ടയ്ക്ക് നിന്നിട്ടുള്ള പെർഫോമൻസ്, പ്രത്യേകിച്ച് ഇതിൽ ഈ കഥാപാത്രങ്ങൾ എൻഗേജിങ് ആയി. ഭരതനാട്യത്തിൽ നമുക്ക് കണ്ട അതേ ക്യാരക്ടറുകൾ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ട്. ആ ഒരു ക്യാരക്ടറുകളെ പിന്നെ അത് ഡെവലപ്പ് ചെയ്താൽ മതി, പിന്നെ അവർ പെർഫോം ചെയ്താൽ മതി. ഈ 2 കാര്യങ്ങളും അവർ ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വിഷുവിനൊക്കെ ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു കിട്ടിയൻ എൻ്റർടൈനറാണ്. വാഴ പരിപാടി അപ്പുറത്തുണ്ട്, വാഴയുണ്ട്, ആടുണ്ട്. പക്ഷേ അങ്ങനെ ആ ഒരു ഇത് കാണാനില്ലാത്തൊരു മൂടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു സിനിമ കാണാൻ മൂടില്ല എന്നുള്ള ആളുകൾക്ക് ഒരു 100% ഒരു ഫാമിലി പാക്കേജ് ആയിട്ടാണ് സൈജു കുറുപ്പിൻ്റെ മോഹിനിയാട്ടം ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ കാണാം, കൂടുതലൊന്നും പറയുന്നില്ല. ഞങ്ങൾ വേറെ ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാനൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. നിങ്ങളിത് കണ്ടു നോക്കാം. താങ്ക് യു.